തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ KSU പഠന ക്യാമ്പിൽ 70% പേരും മദ്യപിച്ചിട്ടാണ് എത്തിയതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നങ്ങളാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ല. KSU ക്യാമ്പിൽ മദ്യമെത്തിയ വഴി എല്ലാവർക്കും അറിയാമല്ലോ എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു. ഒരു മാധ്യമ സ്ഥാപനങ്ങളിലും ചേട്ടാ വാർത്ത കൊടുത്തിട്ടില്ല. ഞാൻ KPCC പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു KSU പ്രവർത്തകനാണ്. സംസ്ഥാന പ്രസിഡന്റ് ഗ്രൂപ്പ് വൈരാഗ്യമാണ്. പ്രസിഡന്റ് വിഭാഗത്തിനോടുള്ള വൈരാഗ്യം മൂലമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ അടിക്കുന്ന ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് കമ്മിറ്റി ആ ക്യാമ്പിൽ ഇരുന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഇരുന്ന് 70% ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. സ്വാഭാവികമായി എത്തിച്ചു കൊടുത്തിട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടെ 4 പേരെ NSU നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഈ കോൺഗ്രസിലെ മുതിർന്ന തലമുറയിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ ഈ ഗ്രൂപ്പ് നിലനിൽക്കുന്നു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലോ. ഇപ്പോൾ ഈ അനന്തകൃഷ്ണന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് അലോഷ്യസ് സേവ്യറിലേക്ക് തന്നെയല്ലേ? തീർച്ചയായും KSU ഒരിക്കലും ഒരു ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയൊന്നുമല്ല. കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടന തന്നെയാണ്. പക്ഷേ പ്രധാനമായും ഗ്രൂപ്പിന്റെ ഭാഗമായി ഉള്ള വിഷയമല്ല നടന്നതെന്ന് ഒരു സൂചനയാണ് ഈ അനന്തകൃഷ്ണന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഈ മർദ്ദിച്ച ആളുകൾ പൂർണ്ണമായും മദ്യപിച്ചെത്തിയവരാണ്. അതുകൂടാതെ രൂക്ഷമായ വിമർശനം, പ്രധാനപ്പെട്ട വിമർശനമായി അല്ലെങ്കിൽ ആരോപണമായി ഉന്നയിക്കുന്നത് KSU തെക്കൻ മേഖല പഠന ക്യാമ്പിന് നെയ്യാറിലെ ക്യാമ്പ് ഹൗസിലെത്തിയ ഏതാണ്ട് 70% ആളുകളും അന്ന് മദ്യപിച്ചിരുന്നു എന്ന് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ മദ്യപിച്ച ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത്. അവരാണ് അടിച്ചത്. അടി കൊണ്ട ആളുകൾക്കെതിരായാണ് നടപടിയെടുത്തിരിക്കുന്നത്. തങ്ങൾ ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ല. ഇതിനെല്ലാം പിന്നിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. നിരവധി പരാതികൾ NSU ദേശീയ നേതൃത്വത്തിന് ഇയാൾക്കെതിരെ അയച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. KPC പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചൊരു പ്രമേയം പാസ്സാക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ ക്യാമ്പുകളിലൊക്കെ നടന്നു. ഇത് തങ്ങൾ ഉൾപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യമാണ്, തിരുവനന്തപുരം ജില്ലയിലേതടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ തങ്ങളെ മർദ്ദിക്കാൻ കാരണമെന്ന് പറയുന്നു. ഈ മർദ്ദനമേറ്റ ആളുകൾക്കെതിരായിട്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്നും അനന്തകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ KPC പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അനന്തകൃഷ്ണനും ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ബാക്കി 3 പേരും. എന്തായാലും ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 പേർക്കെതിരെ നടപടി എടുത്ത സാഹചര്യത്തിൽ അലോഷ്യസ് സേവ്യറിന്റെ ഒരു പ്രതികാര നടപടി എന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത് കൂടാതെ KPCC ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ ഈ വിഷയത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരും മുൻപേ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് പകപോക്കാനുള്ള നടപടിയാണ്. NSU ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് മറുവിഭാഗത്തിന്റെ തീരുമാനം. ശരി, വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.